ഇത് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് 2 എടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, അതുപോലെ തന്നെ ഗോതമ്പ് മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല ആദ്യം തയ്യാറാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് മസാല തയ്യാറാക്കാം. ഈ ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഇത് വേവിച്ചെടുക്കാം കേട്ടോ. മസാല നല്ല വെന്ത് ഇതുണ്ടായി, ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടയ്ക്കണം കേട്ടോ, നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക്, ഗോതമ്പ് ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ടില്ല, അതിലേക്ക് നല്ല മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മിക്സും കൂടി അതിൽ യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ഓരോ ഉരുളകളും ഇതേപോലെ പരത്തിയെടുക്കണം. ചപ്പാത്തി പരയിലോ അല്ലെങ്കിൽ പ്രസ്സിലോ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നല്ല കല്ല് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ആലു പൊറോട്ട ചുട്ടെടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിക്കാം. എണ്ണ നന്നായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇത് നമുക്ക് മറച്ചിടാം. നന്നായിട്ട് പോളായിട്ട് വരണം. ഇത് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ആലു പൊറോട്ട റെഡിയായി. നല്ലപോലെ ഒന്ന് വെന്ത് വരണം. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മലയാളികൾക്കിടയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമില്ലാത്ത ഭക്ഷണം തോന്നുന്നു. ഹിന്ദിക്കാർക്കാണ് ഇത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. എന്നുവെച്ചാൽ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണല്ലോ, കഴിക്കാനും എളുപ്പം. അപ്പോൾ ഈ ആലു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.